പരസ്പരം കടന്നാക്രമിക്കുന്ന രീതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ബി.ജെ.പിയും കോൺഗ്രസും. വിഷയങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ലാത്തതുകൊണ്ട് ഈ തുറന്നടിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിതാ തൊഴിലില്ലായ്മയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തൊഴിലില്ലായ്മ മൂലം രാജ്യത്തെ യുവാക്കൾ പൂർണ്ണമായും നിരാശയിലാണെന്നും അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. ബി.ജെ.പി സർക്കാരിന്റെ വിദ്യാഭ്യാസ വിരുദ്ധ മനോഭാവമാണ് ഇതിന് കാരണമെന്നും രാഹുൽ പറയുന്നു. ഈ വർഷം ഐഐടിയിൽ നിന്ന് ബിരുദം നേടിയ എഞ്ചിനീയർമാരുടെ ശമ്പളം നിയമനത്തിലെ മാന്ദ്യം മൂലം ഗണ്യമായി ഇടിഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന ഒരു മാധ്യമ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് മുൻ കോൺഗ്രസ് മേധാവിയുടെ ഈ പടയൊരുക്കം. നിയമന മാന്ദ്യത്തിലും തൊഴിലില്ലായ്മയിലും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഇപ്പോൾ ഐഐടികൾ പോലെയുള്ള രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനങ്ങളും അഭിമുഖീകരിക്കുന്നു. ഐഐടികളിൽ നിന്നുള്ള നിയമങ്ങളിലെ തുടർച്ചയായ ഇടിവും വാർഷിക പാക്കേജിലെ കുറവും തൊഴിലില്ലായ്മയുടെ പരധ്യമത്തിൽ എത്തി നിൽക്കുന്ന യുവാക്കളുടെ അവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2022 19% വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് നേടാനായില്ലെങ്കിലും എന്നാൽ അതേ നിരക്ക് ഈ വർഷം 38% വർദ്ധിച്ചുവെന്നും കോൺഗ്രസ് നേതാവ് അവകാശപ്പെടുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തവും ആദരണീയവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇതായിരിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് രാഹുലിന്റെ ചോദ്യം. ഇന്ന് യുവാക്കൾ തൊഴിലില്ലായ്മ കാരണം പൂർണ്ണമായും നിരാശരാണ്. രക്ഷിതാക്കൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടാൻ ലക്ഷങ്ങൾ ചിലവഴിക്കുന്നു. വിദ്യാർത്ഥികൾ ഉയർന്ന പലിശയ്ക്ക് വായ്പയെടുത്ത് പഠിക്കാൻ നിർബന്ധിതരാകുന്നു. പിന്നെ ജോലിയോ സാധാരണ വരുമാനമോ ലഭിക്കാത്തത് അവരുടെ സാമ്പത്തിക നിലയെ ബാധിക്കുകയാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഐഐടി ബിരുദം നേടിയവരുടെ ശമ്പളം 2024 വാർഷിക ശമ്പള പരിധി 15 മുതൽ 16 വരെ ലക്ഷം രൂപയായി മാറിയെന്നായിരുന്നു വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത്. മികച്ച 10 എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദധാരികളുടെ ശമ്പളം അതിൽ 8 ഐഐടികൾ ഉൾപ്പെടെ ഈ വർഷം ഗണ്യമായി കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. കൂടാതെ നിയമനത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2022 വിവിധ ഐഐടികളിലെ 17,900 വിദ്യാർത്ഥികളിൽ 14,490 പേർ വിജയകരമായി നിയമനം നേടിയിരുന്നു. 3,410 പേർക്ക് മാത്രമാണ് ജോലി കിട്ടാതിരുന്നത്. ഈ വർഷം രജിസ്ട്രേഷൻ 21,500 ഉയർന്നുവെങ്കിലും ഇതുവരെ 13,410 പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂവെന്നാണ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതേസമയം അഗ്നിവീർ പദ്ധതിയിലും കേന്ദ്രത്തിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു. ജമ്മു കശ്മീരിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് ഇതുവരെയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ഓരോ ജവാന്റെയും കുടുംബത്തെ ബഹുമാനിക്കണം. എന്നാൽ മോദി സർക്കാർ അവരോട് വിവേചനം കാണിക്കുകയാണ്. സർക്കാർ എന്തു പറഞ്ഞാലും ഇത് രാജ്യസുരക്ഷയുടെ കാര്യമാണ്. വിഷയം ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സായുധ സേനയെ ദുർബലപ്പെടുത്താൻ ഒരിക്കലും ഇന്ത്യ സഖ്യം അനുവദിക്കില്ല എന്നായിരുന്നു രാഹുൽ തുറന്നടിച്ചത്. എന്നാൽ ഈ ആരോപണം തള്ളി കരസേന രംഗത്ത് വന്നു. ഡ്യൂട്ടിക്കിടെ മരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് 98 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയതായിട്ടാണ് സൈന്യം അറിയിച്ചത്. അഗ്നിവീർ പദ്ധതിയിലെ വ്യവസ്ഥകൾ പ്രകാരം ഏകദേശം 67 ലക്ഷം രൂപയും മറ്റു ആനുകൂല്യങ്ങളും പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അവർ തുറന്നടിച്ചിരുന്നു.